ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബീറ്റ്റൂട്ട് അച്ചാറാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 3 ബീറ്റ്റൂട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഈ അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയൊരു പുളിയും സ്വല്പം മധുരവും കൂടി ചേർന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിങ്ങനെ ചിരകിയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് ഒരു അരമണിക്കൂർ വെക്കണം. അപ്പോൾ ഞാൻ അരമണിക്കൂർ വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടാണിത്. ഇനി ഇതിനാവശ്യമായ ബാക്കിയുള്ള സാധനം 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, പിന്നെ വേണ്ടത് അച്ചാർ പൊടി, വിനാഗിരി, നല്ലെണ്ണ, ഉപ്പ്, ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി കുതിർക്കണം, കടുക്. ആദ്യമേ തന്നെ നമുക്ക് അച്ചാർ പൊടിയും വിനാഗിരിയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം. 2 ടീസ്പൂൺ അച്ചാർ പൊടിയിൽ 2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കി വയ്ക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ബീറ്റ്റൂട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ആയാലും ഉപയോഗിച്ചാൽ മതി. എണ്ണ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുകിടാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ബ്രൗൺ നിറമായി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അച്ചാർ പൊടിയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ കൂട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ ബീറ്റ്റൂട്ട് ചേർക്കേണ്ടത്. ഇതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീറ്റ്റൂട്ടിൽ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ ഈ കൂട്ടിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. ബീറ്റ്റൂട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിൽ നിന്ന് ബീറ്റ്റൂട്ടിലുള്ള വെള്ളം കൂടി ഇറങ്ങി വരും. അപ്പോൾ വേഗം വെന്ത് കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ ബീറ്റ്റൂട്ട് വെന്ത് തുടങ്ങി. ഇനി ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വാളംപുളി ചേർക്കണം. വാളംപുളി ചേർത്തൊന്ന് വറ്റി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കണം. ഞാൻ 1 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം ഈന്തപ്പഴം ആയാലും ചേർത്താൽ മതി. മിക്സിയിലൊന്ന് അരച്ച് ചേർക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റിച്ചെടുക്കണം. എണ്ണ തെളിയുന്നത് വരെ വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയ ശേഷം ഒരു ചില്ലുകുപ്പിയിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ അച്ചാറൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റുള്ളൊരു അച്ചാറാണിത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ.